ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു വെറൈറ്റി റെസിപ്പി പരിചയപ്പെടാം. ഇതൊരു ചിക്കൻ ബണ്ണാണ്, ചിക്കൻ നിറച്ച ഒരു ബണ്ണാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 250 ml കപ്പിൽ 1 കപ്പ് മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഈസ്റ്റ് കലക്കിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഇട്ട് അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച വെള്ളമാണിത്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഈ മൈദ മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോയാൽ കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ 1 ടീസ്പൂൺ കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി തടവിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ മിക്സ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വീതം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കൈകൊണ്ട് ചെറുതായിട്ട് ഒന്ന് പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഈ മിക്സുമായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. അതും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഒരുപാടങ്ങ് വേകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതിയാകും. ഇതിലേക്ക് ചേർത്തിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്തതിനു ശേഷം ഒരു 50 ഗ്രാമോളം കാണും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാത്തവർക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് നന്നായിട്ടൊന്ന് വഴന്ന് എൻ്റെ പച്ചമണമൊക്കെ മാറി എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതിയാകും. ഇനി ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പോ 1 ടീസ്പൂൺ കൂടി ടൊമാറ്റോ കെച്ചപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തത്. അതൊരു പുളിയും ഒരു മധുരവും കൂടി ഇതിന് നൽകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ബണ്ണ് തയ്യാറാക്കാൻ ആവശ്യമായ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണ് റെഡിയാക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡൗ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുറച്ച് പൊടി ഒന്ന് വിതറിക്കൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ സോഫ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് 250 ml ഒരു കപ്പിൽ എടുത്ത മാവ് കൊണ്ട് നമുക്കൊരു 5 ബണ്ണ് റെഡിയാക്കാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ട് ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെക്കുമ്പോൾ ഒരു ലിഡ് വെച്ചിതൊന്ന് അടച്ചിരിക്കണം.
അല്ലെങ്കിൽ നമ്മുടെ പുറത്തെ എയറുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് നമ്മുടെ മാവ് ഡ്രൈ ആയിട്ട് പോകും. ഇനി നമുക്ക് ഓരോ ബോൾസും നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉള്ളിലേക്ക് മടക്കി ഒന്ന് ഉരുട്ടുക. അതിനുശേഷം കൈകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് വട്ടത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ കൈകൊണ്ട് പരത്തുമ്പോൾ കൈ ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ പൊടിയിൽ ജസ്റ്റ് ഒന്ന് കൈ മുക്കിയിട്ട് കൈകൊണ്ടൊന്ന് പരത്തിയാൽ മതി. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്നും 2 സ്പൂൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൊസറല്ല ചീസാണ്. അത് ഓപ്ഷണലാണ്, ഉള്ളവർ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് മടക്കിയെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. നമ്മൾ ഒട്ടിക്കുന്ന ഭാഗം ചില സമയത്ത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മതിയാകും. ഞാൻ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ജോയിൻ ചെയ്ത് നടുക്കോട്ട് കൊണ്ടുവന്ന് കൈകൊണ്ട് ഒന്ന് പിരിച്ചതിന് ശേഷം ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് കയ്യിലെടുത്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി കുഴിവുള്ള പാനാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബണ്ണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം എടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ഇതുപോലെ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടെത്തുകയും നമ്മുടെ ബണ്ണ് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ പിടിക്കുമോ എന്ന് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓയിൽ ഒട്ടും ഉള്ളിലേക്ക് പിടിക്കത്തില്ല. പുറമേ കാണുന്ന ഓയിൽ നമ്മൾ ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാകും. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഈ ബണ്ണ് ഓയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ.